അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു മടി പിടിച്ച ഡേ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ഡേ മൈ ലൈഫ് വ്ളോഗായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷേ രാവിലെ തന്നെ ഉപ്പയും മോനും കളിക്കുന്നത് കണ്ടിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഇന്നൊരു ചെറിയൊരു ഡേ മൈ ലൈഫ് വ്ളോഗായിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്ക് എനിക്ക് ഹസ്ബൻഡിന് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം മോനിക്ക് അസുഖമായിട്ട് ഏകദേശം ഒരു മാസം ആവാനായിട്ടുണ്ടാകും. ആ ഒരു മാസം എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാറേ ഇല്ല. സാധാരണ അവൻ്റെ ഉറക്കം എന്ന് വെച്ചാൽ ഉറങ്ങി 10 മണിക്ക് ഉറങ്ങിയാൽ പിന്നെ പിറ്റേന്ന് 10 മണിക്ക് എണീക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാറുമില്ല. രാവിലെ ആകുമ്പോൾ ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും എണീക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് എയർപോർട്ടിൽ പോകാനുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിന് ഹസ്ബൻഡിൻ്റെ സൗണ്ട് കേട്ടിട്ട് മോനും എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാൾ കാരണം എൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടു. പിന്നെ ഇനി ഉറങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അസുഖമായത് കാരണം തന്നെ ഫുഡ് കഴിക്കലൊക്കെ വളരെ കുറവാണ്. കഴിച്ചാലായി ഇല്ലെങ്കിലില്ല. ആദ്യമൊക്കെ ആ ഒരു ടൈമിലൊക്കെ പിന്നെയും കളിക്കാറുണ്ട്. ഇപ്പോൾ കളിക്കലൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ബേക്കിൽ നടന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നീട് ഒരു 6-6:30 ടൈം ആകുമ്പോഴത്തേക്കും ഹസ്ബൻഡ് പോയി. അതിനുശേഷം വീണ്ടും നമ്മൾ രണ്ടാളും കിടന്നുറങ്ങി. നമ്മളെ എണീക്കേണ്ട സമയം എന്തായാലും ആയിട്ടില്ല. പിന്നീട് ഒരു 9-9:30 ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാളും വീണ്ടും എണീറ്റു. പിന്നീട് രാവിലെ തന്നെ നമ്മൾ രണ്ടാളും ഒരു യുദ്ധമായിരിക്കും. യുദ്ധം എന്തിനാന്ന് വെച്ചാൽ പല്ല് തേക്കാൻ. അവനക്ക് ഒറ്റയ്ക്ക് പല്ല് തേക്കണം. നമ്മൾ തേപ്പിച്ചാലൊന്നും അവനക്ക് ശരിയാവില്ല. ശരിക്കും തേക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ എന്നാലും ഇങ്ങനെ ബ്രഷ് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ അരച്ച് കളിക്കും. പിന്നെ ഞാൻ പല്ല് തേച്ചതിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ അവനക്ക് പല്ല് തേച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. പല്ല് തേക്കുന്ന സമയം കൊണ്ട് ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചായ എനിക്ക് മാത്രമാണ് ഞാൻ സാധാരണ വെക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ മോനിക്കും കൂടി വെച്ചിട്ടുണ്ട്. എനിക്ക് മോനിക്ക് ചായ കൊടുക്കുന്നതിൽ തീരെ താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ ഒന്നും കഴിക്കാത്തത് കൊണ്ട് രാവിലെ എന്തെങ്കിലും കഴിച്ചോട്ട് ചായ കുടിക്കില്ല. പക്ഷേ ബിസ്ക്കറ്റ് ഒന്നായിട്ട് അതിൽ മുക്കിയിട്ട് കഴിച്ചാലായി. അതെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ 2 ദിവസമായി ഇങ്ങനെ ചായ കൊടുക്കുന്നുണ്ട്, ചായയും ബിസ്ക്കറ്റും. ചായ കുടിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള നാസ്ത കഴിക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഡേ മൈ ലൈഫിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഉപ്പാപ്പ മോനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മുട്ടായി കൊണ്ട് തന്നിന്. പക്ഷെ അവൻ കഴിച്ചിട്ടില്ല, ഞാനാണ് ഫുള്ളും കഴിച്ചത്. ഞാനും പിന്നെ ഇത്താത്തയും ബാക്കി കഴിച്ചു. സാധാരണ ദിവസങ്ങളിൽ ഞാൻ കുളിപ്പിച്ചതിന് ശേഷം ഫുഡ് കഴിച്ചിട്ടാണ് ഉറക്കാറ്. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റത് കൊണ്ട് നേരത്തെ കിടന്നുറങ്ങി. ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ആൾ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ആൾ ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു. പിന്നെ അവൻ എണീറ്റാൽ അവനക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേഗം ഫുഡ് കഴിച്ചു. ഇന്ന് ചോറും പരിപ്പറിയും മീനും വറവും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഇത് കപ്പക്ക വറവാണ്. പിന്നെ അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ മോന് ആകെ ഒരു മണിക്കൂറായിട്ടായിരിക്കും ഉറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എണീറ്റിട്ട് ഫുഡ് കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ വെറുതെ ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തൊക്കെ കീനു. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് വെച്ചാൽ മഴയാണ് എന്ന് പറയും, പക്ഷെ വെയിലാണ്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. മഴ പെയ്യുന്നുമില്ല, എന്നാൽ വെയിലും ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ. മുളകിപ്പോൾ 2-3 ദിവസമായി ഇങ്ങനെ ഉണക്കാൻ വെക്കുന്നു. മഴ പെയ്യുമ്പോൾ എടുക്കുന്നു, വീണ്ടും ഉണക്കാൻ വെക്കുന്ന അങ്ങനത്തെ ഒരു രീതിയിൽ മുളകിപ്പോൾ ഉണങ്ങാറില്ല. പിന്നെ ഇത് നമ്മളെ പേരക്കാമരം, ഇതിൽ ഇഷ്ടം പോലെ പേരക്ക ഉണ്ടാവലുണ്ട്. അതൊക്കെ നമ്മൾ ദിവസം ഇങ്ങനെ പോയിട്ട് പറിച്ച് തിന്നു. എന്നാലും ഇപ്പോഴും പറിച്ച് തിന്നാറുണ്ട് ഉപ്പുമുളകൊക്കെ കൂട്ടിയിട്ട്. പിന്നെ ഇപ്പോൾ പനിയൊക്കെ ആയത് കാരണം ഇങ്ങനെ പുറത്തിറങ്ങൽ കുറവാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും തന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈവനിങ് ആയാൽ പിന്നെ കൊതുകിൻ്റെ പൂരായിരിക്കും. അതുകൊണ്ട് വേഗം തന്നെ ഉള്ളിൽ കയറി. പിന്നെ ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോക്കാണ്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് എൻ്റെ ആപ്പ് ഉണ്ടാക്കിയതാണ്. ആപ്പ നമ്മളെ ഫാൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റിലാണ്. നമുക്ക് എങ്ങനെ സ്റ്റൂൾ വെച്ചാൽ വരെ എത്തിയിട്ട് തുടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആപ്പാനോട് പറഞ്ഞിട്ട് ആപ്പാനെ കൊണ്ട് ആക്കിപ്പിച്ചതാണ് ഈ ഒരു സംഭവം. ആപ്പാന്ന് വെച്ചാൽ എല്ലാ സാധനവും ഉണ്ടാക്കും. ഏതൊരു സാധനം വെച്ച് ഇപ്പോൾ എന്തെങ്കിലും പാർട്സ് ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു സാധനം വെച്ചിട്ട് എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മടക്കി വെക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മോനിക്ക് ആവി പിടിക്കലാണ്. നല്ലോണം കഫക്കെട്ടും മൂക്കടപ്പൊക്കെ ഉണ്ട്. പിന്നെ ഈവനിങ്ങിൽ ഉമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണപ്പം കഴിച്ചു. പിന്നെ ചായയും കാര്യങ്ങളൊന്നും കുടിക്കാൻ നിന്നിട്ടില്ല. പിന്നെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ മൂടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ടാറ്റ, ബൈ ബൈ.